നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ചെറിയ പെരുന്നാളിനോടനുബന്ധിച്ച് വിവിധ ഗൾഫ് രാഷ്ട്രങ്ങൾ അവധികൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഒമാനിൽ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കുള്ള ചെറിയ പെരുന്നാൾ അവധി പ്രഖ്യാപിച്ചു. മെയ് 12 മുതലാണ് ഒമാനിൽ പൊതു അവധി ആരംഭിക്കുക. പെരുന്നാൾ മെയ് 13 വ്യാഴാഴ്ചയാണെങ്കിൽ 15 വരെയാകും അവധി ലഭിക്കുക. എന്നാൽ പെരുന്നാൾ 14 17 വരെ അവധി ലഭിക്കും. 18 ചൊവ്വാഴ്ച മുതലാകും ഓഫീസുകളുടെ പ്രവർത്തനം പുനരാരംഭിക്കുന്നത്. സ്വകാര്യ മേഖലയിലെ കച്ചവട സ്ഥാപനങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ അനിവാര്യമാണെങ്കിൽ ജീവനക്കാരെ ജോലിക്ക് പ്രവേശിപ്പിക്കാം. എന്നാൽ ഇവർക്ക് പ്രത്യേക നഷ്ടപരിഹാരം നൽകണമെന്ന് മാനവവിഭവശേഷി മന്ത്രാലയം അറിയിച്ചു. UAE ഫെഡറൽ ഗവൺമെന്റ് ജീവനക്കാരുടെ ചെറിയ പെരുന്നാൾ അവധി ദിനങ്ങൾ പ്രഖ്യാപിച്ചു. ഫെഡറൽ അതോറിറ്റി ഫോർ ഗവൺമെന്റ് ഹ്യൂമൻ റിസോഴ്സ് ആണ് ഇത് സംബന്ധിച്ച അറിയിപ്പ് പുറപ്പെടുവിച്ചത്. റമദാൻ 29 മുതൽ ഷവ്വാൽ 3 വരെയായിരിക്കും സർക്കാർ മേഖലയിലെ അവധി. റമദാനിൽ 29 ദിവസം മാത്രമായിരിക്കുമെങ്കിൽ മെയ് 11 ചൊവ്വാഴ്ച മുതൽ മെയ് 14 വെള്ളിയാഴ്ച വരെ 4 ദിവസത്തെ അവധി ലഭിക്കും. റമദാനിൽ 30 ദിവസം ഉണ്ടാകുമെങ്കിൽ മെയ് 11 ചൊവ്വാഴ്ച മുതൽ മെയ് 15 ശനിയാഴ്ച വരെയും അവധി ലഭിക്കും. ഏപ്രിൽ 13-നാണ് UAEയിൽ റമദാൻ ആരംഭിച്ചത്. പെരുന്നാൾ അവധി ദിവസങ്ങളിൽ ശക്തമായ നിയന്ത്രണങ്ങൾ തുടരുമെന്ന് UAE കോവിഡിനെതിരായ പോരാട്ടത്തിൽ ജനങ്ങൾ സഹകരിക്കണമെന്ന് UAE ദുരന്ത നിവാരണ സമിതി ആവശ്യപ്പെട്ടു. നിയന്ത്രണ വിധേയമായി റമദാനിൽ പള്ളികളിൽ പ്രാർത്ഥനയ്ക്ക് അനുമതി നൽകിയിരുന്നു. എല്ലാ പള്ളികളും നിയന്ത്രണം പാലിക്കുന്നതിൽ വിജയിച്ചുവെന്നാണ് വിലയിരുത്തൽ. വൻകിട മാളുകൾ ഉൾപ്പെടെ പൊതുയിടങ്ങളിലും കർശന നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പെരുന്നാൾ പ്രമാണിച്ച് ആളുകൾ ഒത്തുചേരാനുള്ള സാധ്യത അധികൃതർ കണക്കുകൂട്ടുന്നുണ്ട്. എന്നാൽ റമദാനിൽ നിഷ്കർഷിച്ച അതേ വിലക്കുകൾ പെരുന്നാൾ ദിനങ്ങളിലും തുടരണമെന്നും ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചു. കഠിനാധ്വാനത്തിലൂടെയാണ് പ്രതിദിന കോവിഡ് കേസുകൾ കുറച്ചു കൊണ്ടുവരുന്നത്. ആഘോഷത്തിൽ മതിമറന്ന് അത് തകിടം മറിക്കരുതെന്ന് ആരോഗ്യ വിഭാഗം ഹെൽത്ത് പ്രൊമോഷൻ മാനേജർ ഡോക്ടർ ഷെറീന അൽ മസ്രൂയി വ്യക്തമാക്കി. നിയമവിരുദ്ധമായി സമൂഹ ഇഫ്താർ നടത്തിയ 39 സംഘങ്ങൾക്കെതിരെ കഴിഞ്ഞ ദിവസം പോലീസ് നടപടി സ്വീകരിച്ചിരുന്നു. പങ്കെടുത്തവർക്ക് 5000 ദിർഹം, വിളിച്ചു ചേർത്തവർക്ക് 10,000 ദിർഹവും പിഴ വിധിച്ചു. പെരുന്നാൾ അവധി ദിനങ്ങളിൽ കോവിഡ് പ്രോട്ടോകോൾ പാലിക്കുന്നതിൽ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് സൗദി ആരോഗ്യ മന്ത്രാലയം ജനങ്ങളെ ഓർമ്മിപ്പിച്ചു. പെരുന്നാൾ നമസ്കാരത്തിന് തിരക്ക് കുറയ്ക്കുന്നതിനായി കൂടുതൽ നമസ്കാര കേന്ദ്രങ്ങൾ അനുവദിക്കുന്നതാണ്. നിലവിൽ ജുമ്മുവയുള്ള പള്ളികളിലും പെരുന്നാൾ നമസ്കാരത്തിന് അനുമതി നൽകുമെന്ന് ഇസ്ലാമിക കാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഖത്തറിൽ ചെറിയ പെരുന്നാൾ പൊതു അവധി പ്രഖ്യാപിച്ചു. സർക്കാർ പൊതുമേഖലയിൽ മെയ് 9 ഞായറാഴ്ച മുതൽ മെയ് 18 ചൊവ്വാഴ്ച വരെയാണ് അവധി. മെയ് 19 ബുധനാഴ്ച മുതൽ ജീവനക്കാർ ജോലിക്ക് ഹാജരാക്കണം. ഖത്തർ സെൻട്രൽ ബാങ്ക്, ബാങ്കുകൾ, ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവയുടെ അവധി ദിനങ്ങൾ സെൻട്രൽ ബാങ്ക് ഗവർണറാണ് നിശ്ചയിക്കുക. ജ്യോതിശാസ്ത്രപരമായ കണക്കുകൾ പ്രകാരം ചെറിയ പെരുന്നാൾ മെയ് 13 ആയിരിക്കുമെന്ന് ഖത്തർ കലണ്ടർ ഹൗസ് അറിയിച്ചിരുന്നു. മെയ് 12 ഹിജ്റ വർഷം 1442 റമദാനിലെ അവസാന ദിനമായിരിക്കും. മെയ് 13 ഷവ്വാൽ 1 ആയിരിക്കുമെന്നും ഖത്തർ കലണ്ടർ ഹൗസ് വ്യക്തമാക്കുന്നു. എന്നാൽ മാസപ്പിറവിയുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക തീരുമാനം ഔഖാഫ് മതകാര്യ മന്ത്രാലയത്തിലെ മാസപ്പിറവി നിർണയ സമിതിയായിരിക്കും തീരുമാനിക്കുക. മെയ് 11 പ്രാദേശിക സമയം രാത്രി 10-ഓടെയാണ് ഷവ്വാൽ മാസം പിറക്കുന്നത്. അതിനാൽ വൈകുന്നേരം മാസപ്പിറവി ദൃശ്യമാകുകയില്ല. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.